ഈ ഒരൊറ്റ മെഷീൻ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ഇവിടെയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത്. ഇതിൻ്റെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തണമെന്ന് എന്നെ തോന്നിപ്പിച്ചതും അതാണ്. ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ടാവാം, അവിടെയൊക്കെ മെഷീൻസ് ഉണ്ടാവും, പക്ഷേ ആ മെഷീൻസ് ഈ മെഷീൻ അല്ല. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് അല്ല. ശരി, ഇനി പലപ്പോഴും നമ്മളിപ്പോൾ മുക്കിന് ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി സെൻ്ററുകളുണ്ട്. പലപ്പോഴും നടുവേദനയ്ക്കും അതുപോലെ പിന്നെ മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ പോകാറുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഈ കഴുത്തുവേദനയ്ക്കും നടുവേദനയ്ക്കും ഒരുപാട് പേര് ഫിസിയോതെറാപ്പി പരിശോധിച്ച് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഫിറോസ് പറഞ്ഞപ്പോൾ വളരെ വാസ്തവമാണ്. നമുക്ക് ഇവിടെ ഫിറോസിന്റെ ആക്റ്റീവ് ഡേയിൽ വരുന്ന സമയത്ത് നോക്കുമ്പോൾ വീൽ ചെയറിലൊക്കെയാണ് പേഷ്യൻ്റ് വരുന്നത്. ശരിക്കും വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് നമുക്കിവിടെ പല പേഷ്യൻസ്. ഏറ്റവും ചെറിയ വേദന തൊട്ട് വളരെ കടുത്ത വേദന വരെ. ചില അവർ ഇവിടെ എത്തുന്നത് ഒരുവിധം എല്ലാ ചികിത്സാ രീതിയും പരീക്ഷിച്ചതിന് ശേഷമാണ്. അവർക്ക് അടുത്തത് സർജറി മാത്രമേ ഉള്ളൂ, സർജറിയിലേക്ക് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനെ പറ്റി അവർക്ക് ബോധവാന്മാരാണ്, അല്ലെങ്കിൽ അവർക്ക് സർജറിയിൽ പോകാൻ പറ്റാത്ത അസുഖങ്ങളുണ്ടാവും, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഈവൻ ഒരു സർജറി കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് പോലും ഉണ്ട്, സർജറി കഴിഞ്ഞാൽ ഫെയിൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് പോലും ഉണ്ട്. മനസ്സിലായി.